യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആ ഒരു പ്രതീക്ഷയിലാ ചേച്ചി ഇത്രയും നാള് ഞങ്ങളെല്ലാം ജീവിച്ചത്. ഞങ്ങൾക്ക് ഉറപ്പാ ഞങ്ങളുടെ ശീരു ഒരു തെറ്റും ചെയ്യില്ല. എന്നിട്ടും അവൾക്ക് എങ്ങനെ വേദനിക്കേണ്ടി വരികയല്ലേ? 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് അവൾ എങ്ങനെ തനിയെ ജീവിക്കും? ഒരുപക്ഷെ ഈശ്വരൻ അവൾക്കതിനുള്ള ശക്തി കൊടുത്താലും പാവ അച്ഛൻ എങ്ങനെ ഇതൊക്കെ താങ്ങും? എല്ലാം കൂടെ ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതെ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിർത്താതെ അമ്മാവനെ വാശി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇവിടെ ആവുമ്പോ രാമനാഥൻ അങ്ങളോട് സംസാരിക്കുമ്പോ ആ പാവത്തിനൊരു ആശ്വാസം കിട്ടുമല്ലോ. അവര് തമ്മിലാവുമ്പോ എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാം. എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. എത്രയായി? 120 ചില്ലറയുണ്ടോ? ചില്ലറയില്ല, ഞാൻ അകത്ത് പോയി എടുത്തിട്ട് വരാം. ചേച്ചി ചേച്ചി വിനയനിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ വരും? ഇനി 2-3 ദിവസം എടുക്ക് സീമേ. ഓരോ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാ. ആ സീമ, ഞാൻ ഇപ്പൊ വരാം, പൈസ എടുത്തിട്ട് വരട്ടെ. ദാ ചേച്ചി താക്കോലില്ലാതെ എങ്ങനെ വീട്ടിൽ കയറുന്നത്? അപ്പൊ ചീരു വീട്ടിലില്ലേ? ഇല്ല, ചീരു ഒരു ടാക്സി വിളിച്ചേ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരത്തെ പോയല്ലോ. ചേച്ചി വന്ന മറക്കാതെ ചാവി ഏൽപ്പിക്കണോന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ചേച്ചിയെ കാത്തിരുന്നത്. ചീരു കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിരുന്നു സീമ? ഇല്ല, ഞാൻ ചോദിച്ചതുമില്ല. ചീരു ഹോസ്പിറ്റലിലേക്കല്ലാതെ വേറെ എവിടെ പോവാനാ? വിനയനെ കൂടാതെ ചീരുവിന്റെ അനിയത്തി അവിടെ കിടപ്പില്ലേ? പക്ഷേ ചീരു മക്കളും ഇതുവരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ലല്ലോ. ആ അത് പോട്ടെ, ടാക്സിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ സീമേ? ഇല്ല, ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? എന്നോടൊരു വാക്ക് പറയാതെ മക്കളെ എടുത്തുകൊണ്ട് ചുമ്മാതങ്ങ് ഇറങ്ങിപ്പോയില്ലല്ലോ. കാലം മോശമാ. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സ് എപ്പ മാറുമെന്നോ എങ്ങോട്ടൊക്കെയാ ചായുന്നെന്നോ പറയാൻ പറ്റില്ല. ചീരു അങ്ങനെ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയെന്നാണോ ചേച്ചി പറയുന്നത്? അല്ലെന്ന് ആർക്കറിയാം സീമേ? അയ്യോ, ചീരുവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ മരുമോളെ കുറിച്ച് എനിക്കറിയും പോലെ നിനക്കറിയില്ലല്ലോ സീമേ. ലതിക അങ്ങനെ വെറുമ്പാക്ക് പറയില്ല. ചേച്ചി എങ്ങോട്ട് പോവാ? ഞാൻ ഈ വണ്ടി തന്നെ തിരിച്ചു പോവാ. അവൾ എവിടെ പോയെന്ന് അറിയണമല്ലോ. വണ്ടി തിരിച്ചുവിട്. ഒന്നുമില്ല, കരയണ്ട. വേണ്ടടാ, കരയല്ലേ. പനി കുറഞ്ഞില്ലെങ്കിലേ മോനെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. എന്തിനാ കരയല്ലടാ വിച്ചുക്കുട്ട, കരയല്ലേ. നമ്മുടെ കൂടെ വന്നതിന് ഇവന്റെ അമ്മ ഇവന് പ്രാവുന്നുണ്ടാവും. അതാ പെട്ടെന്ന് ഇവന് പനി വന്നത്. എല്ലാ അമ്മമാരും നിന്നെ പോലെയാണെന്ന് കരുതല്ലേ സുശീലേ? അനുവേ, മോനെ കാണാതെ അവിടെ കിടന്ന് ഉരുക. ദേ ഭാനുമേ, നിങ്ങൾ കുറച്ചേരം ആയല്ലോ എന്നെ പുറകിന്ന് കുത്തുന്നത്. ദേ 3 മക്കളെ ഒരു പോറില് പോലും ഏൽപ്പിക്കാതെ ഒറ്റയ്ക്ക് വളർത്തിയവളാ ഞാൻ. അനുപമ്മയോ ആകെയുള്ളൊരു കൊച്ചിനെ വീട്ടിലിട്ടിട്ട് ചാവാൻ പോയ അനിയത്തിക്ക് കൂട്ടിരിക്കാൻ പോയിരിക്കല്ലേ അവിടെ. അതുകൊണ്ട് അവളെ എന്നെ ഒരു നുകത്തി കെട്ടാൻ നിങ്ങൾ നോക്കണ്ട. അയ്യോ, നിന്നെ ആരുമായും ചേർത്ത് വയ്ക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ലേ സുശീലേ? നിന്നെ പോലെ നീ മാത്രം ഈ ലോകത്ത്. എന്റെ ഭാനുമേ, നിങ്ങളൊന്ന് നിർത്തുവോ? വിച്ചുമനൊന്ന് സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നോട്ടെ. ഞാനേ ആരുടെ സ്വസ്ഥത കെടുത്തുന്നില്ല. സത്യനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നിനക്കും ഈ അമ്മയ്ക്കും ദൈവം തമ്പുരാൻ സ്വസ്ഥത തരൂന്ന് നീ കരുതണ്ട. ദേ ഇനിയും നിങ്ങൾ അവനെ ന്യായീകരിക്കാൻ നിന്നാലുണ്ടല്ലോ, നിങ്ങളെ ഞാനോട് ഇറക്കി വിടും. അയ്യോ, നീ ഇറക്കി വിട്ടാ ഞാൻ അനാഥയായി പോകുന്നൊന്നും നീ കരുതണ്ട സുശീലേ. എനിക്ക് ഇപ്പോഴും ഒരു വീടുണ്ട്. ഈ വീട് വിട്ടിറങ്ങിയ സത്യന് വേറൊരു ഇടവില്ലെന്ന് നീയും ഓർക്കണം. ഏതോ ഒരുത്തി വന്ന് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് സ്വന്തം കുടുംബത്തിൽ ഒരാളെ ഇറക്കി വിടാൻ മാത്രം മനസ്സാക്ഷി ഇല്ലാത്തവരായി പോയില്ലേ നിങ്ങളൊക്കെ? വിനയന്റെ അമ്മ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രമൊന്നും അല്ല.
സത്യനും ചീരുവിനും ചേർത്ത് കുറെ കാലമായി ഞങ്ങൾ ഈ അപവാദം കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇതിനൊരു അവസാനം വേണ്ട ഭാനുമേ. ഇവരെ ആനന്ദം മാഷയുടെ ആളാ ഇന്ദ്ര. അതുകൊണ്ടാ ചീരുവിനെയും കൊച്ചുങ്ങളെയും സത്യൻ ഏറ്റെടുത്താലും കുഴപ്പമില്ലെന്ന് ഇവര് പറയുന്നത്. ഭാനുവമ്മേ അത്രയ്ക്ക് അന്തസ്സില്ലാത്തവളല്ല സുശീലേ. വേറൊരുത്തന്റെ ഭാര്യ ആഗ്രഹിക്കുന്നവനെ ഞാനും അനന്തം മാഷും ഒന്നും ഞങ്ങളുടെ കുടുംബത്തിൽ വെച്ച് പൊറുപ്പിക്കില്ല. സത്യനെ അത് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ അവന് വേണ്ടി വാദിക്കുന്നത്. അല്ല, നിനക്കും ഇന്ദ്രനുവേ സത്യനെ കുറ്റപ്പെടുത്താൻ എന്ത് യോഗ്യതയാ ഉള്ളത്? നിനക്ക് നിന്റെ മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ ഇന്ദ്ര, നീ ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് സത്യം ചെയ്യൂന്ന്? തള്ളെ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? എടാ ഇന്ദ്ര, മിഴിച്ച് നിൽക്കാതെ ഈ തള്ളെ പിടിച്ച പുറത്താക്കടാ. അയ്യോ വേണ്ട ഇന്ദ്ര, ആ പാപം കൂടി നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ ചെയ്യണ്ട. അതൊക്കെ ഈ കുഞ്ഞിനു കൂടി ദോഷം ചെയ്യും. ആഹാ, നിങ്ങൾ എന്റെ കൊച്ചിനെയും മോനെയും കൂടി ശപിക്കാണ് തള്ളേ. ഇറങ്ങിപ്പോ പുറത്ത്. നിന്ന് തുള്ളാതെ സുശീലേ. ഒരു വിരല് നീ എന്റെ നേരെ ചൂണ്ടുമ്പോ 4 വിരല് നിന്റെ നേരെ തന്നെ ചൂണ്ടുന്നുണ്ട്. ആയിരം വട്ടം നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാം. പെരുമഴയത്ത് പീഡികത്തിന്നെ കിടക്കുമ്പോ നിന്നെ മക്കളെ എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയവളാ ഞാൻ. ആ വീടേ ഇപ്പോഴും അവിടെയുണ്ട്. സത്യൻ എവിടെയുണ്ടെന്നറിഞ്ഞാ ഞാൻ അവനെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങൾ അമ്മയും മകനും എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. ആഹാ, അല്ല എവിടേക്കാ മൂടിന് തീ പിടിച്ച പോലെ ഓടുന്നേ? വീണ്ടും വല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്നതാണോ? അതെന്റെ പണിയല്ല. ഞാൻ എന്റെ മരുമകളെ അന്വേഷിച്ചു വന്നതാ ഇവിടെ. അവളെ വീട്ടിൽ കാണാനില്ല. കൊച്ചുങ്ങളെ എടുത്ത് അവള് സത്യന്റെ കൂടെ ഇറങ്ങി വന്നോന്നാ എന്റെ സംശയം. നീ എന്താടി എന്റെ സത്യനെ കുറിച്ച് വിചാരിച്ചത്? നിന്റെ മോനെ പോലെ സകല തെണ്ടിത്തരത്തിനും പോന്നവനാണെന്നോ? അവനെ അന്തസ്സുള്ള ആണാ. അത് നിനക്ക് മനസ്സിലാവില്ല. ദേ നിൽക്കുന്നു അവന്റെ സ്വന്തം അമ്മയെ ഏട്ടനും. നിനക്കേ പറ്റിയ കൂട്ട. അങ്ങോട്ട് പറ, അവര് പരിഹാരം ഉണ്ടാക്കി തരും. എന്താ ലതികെ, നീ എന്തിനാ പിന്നെയും വന്നത്? ചീരു കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ചേച്ചി. സത്യൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെന്ന് കരുതിയാ ഞാൻ വന്നത്. അയ്യേ, എങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ട്? ഇതെന്താ അഭയാർത്ഥികളെ കിടത്തുന്ന സത്രോ? ചീരുവായിട്ട് സത്യന് രഹസ്യബന്ധം ഉണ്ടെന്ന് നീ വന്നു പറഞ്ഞ ഉടനെ ഞാനും ഇന്ദ്രനും കൂടിയേ അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നല്ലേ അവളെയും കുഞ്ഞുങ്ങളെ ഇവിടെ കയറ്റി പാർപ്പിക്കുന്നത്. നീ പോയി അനന്തമാഷോട് ചോദിക്കേ, അയാള് ചിലപ്പോ അവർക്ക് ഇടം കൊടുത്തു കാണും. മാഷും മക്കളും ഒക്കെ ഹോസ്പിറ്റലല്ലേ ചേച്ചി? ഞാൻ ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നതാ. ആരും അങ്ങോട്ട് വരുന്നത് കണ്ടിട്ടില്ല. ചീരു സത്യന്റെ കൂടെയാ പോയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൾ അങ്ങനെ വല്ലതും എഴുതി വെച്ചിട്ടാണോ പോയത്? എഴുതിയൊന്നും വച്ചിട്ടില്ല, പക്ഷെ എനിക്കറിയാം. അവർ ഇന്നലെ രാത്രി ഫോണിൽ സംസാരിച്ചത് ഒരുമിച്ച് പോയി ജീവിക്കുന്നതിനെ കുറിച്ചാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ നിങ്ങളുടെ വെറും സംശയം മാത്രമാ. ഇനി ഈ കാര്യവും പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാലേ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് അറിയിച്ചോളാം. ഇനി സത്യന്റെ കൂടെയാണ് അവള് പോയതെങ്കിൽ തന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മകളുടെ കയ്യിലിരിപ്പിനെ കുറിച്ച് അവളുടെ അച്ഛനോട് പോയി പറഞ്ഞാ മതി. സത്യനെ അവള് വലവീശി പിടിച്ചത് സത്യമാണെങ്കിൽ ഞാനും അനന്തമാഷിനെ പോയിന്ന് കാണുന്നുണ്ട്. മക്കളെ വളർത്തിയതിന്റെ മഹത്വം പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയാൻ. ഞാൻ ഇനി വിനയനോട് ചെന്ന് എന്തു പറയൂ ഈശ്വര?
എടാ ഇന്ദ്ര, നീ സത്യനെ ഒന്ന് വിളിച്ചേ. ഇനിയും നമ്മളോടുള്ള വാശിക്ക് അവൻ അവളെയും കൂട്ടി നാടുവിട്ടൊന്നും അറിയില്ലല്ലോ. എങ്കിൽ അതോടെ എല്ലാം തീർന്നു. ഈ കുടുംബത്തിന് നാശം പൂർണ്ണമായി. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ലമ്മേ. സത്യൻ അങ്ങനൊന്നും ചെയ്യില്ല. നീ ആദ്യം ഒന്ന് വിളിക്കെന്തിരാ. റിങ് ചെയ്യുന്നുണ്ട്. എടുക്കുന്നില്ല, കട്ടായി. നീ ഒന്നുകൂടെ വിളിക്കേ.